വന്നപ്പോൾ ഈ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ മാറ്റാമെന്ന് വിചാരിച്ച് നമ്മളെ ഫ്രണ്ട് LED ആണ് ഈ ഒരു സാധനം കേട്ടോ. അത്യാവശ്യം നല്ല ഓഡിബിളായിട്ട് ഉള്ള സാധനമാണ്. ഇപ്പോൾ നമ്മൾ ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. എന്നും പറയും കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടെന്ന്. ഇന്ന് നമ്മുടെ തന്നെ വണ്ടിയുടെ ഒരു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വ്ളോഗ് എടുക്കുന്നത്. വണ്ടിയിൽ ഇപ്പോൾ സ്റ്റോക്കായിട്ടാണ് ഇരിക്കുന്ന വണ്ടി, നമ്മൾ അൾട്രോസ് ആണ്. അപ്പം അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും മോഡിഫിക്കേഷൻ കാര്യങ്ങൾ വരുത്തണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ആണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മളിന്ന് അത് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫ്രണ്ടിൽ ചെറിയൊരു ബമ്പർ ലിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. കണ്ടോ, കാർബൺ ഫിനിഷുള്ള ബമ്പർ ലിപ്പാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കടയിൽ പോയി ഫിറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. നമ്മളുടെ ഓൾട്ടോയും കൂടെ ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അത് സഞ്ജു എടുത്തിട്ട് വരും. അപ്പം നമുക്ക് ഇതെന്തായാലും ചെയ്യാനായിട്ട് പോരാം. അതാ വരുന്നു ഓൾട്ടോ, ഇതാ വരുന്നു ഗൈസ് ഓൾട്ടോ. ഇവ എവിടെ കയറ്റി കൊണ്ടുപോകണ ഗൈസ്? ബസ്സിൽ വിളിച്ചോണ്ട് വന്നാണ് കേട്ടോ. ചേച്ചിയുടെ മോനാണത്. ബസ്സി ടാറ്റാ ടാറ്റാ, ഒന്നുകൂടെ ടാറ്റാറാ. ഓക്കെ, അപ്പൊ നമുക്ക് പോലാം ഗൈസ്. നമ്മൾ 2 വണ്ടിയും കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. മോഡേൺ കാർസ് എന്നാണ് ഈ കടയുടെ പേര്. നമ്മൾ ലീഗലായിട്ടുള്ള ടിൻ്റാണ് ഇപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത്. 2 വണ്ടിക്കും ഇപ്പം നിലവിൽ ലീഗലായിട്ടുള്ള 50% ഇപ്പോൾ ഒട്ടിക്കാനായിട്ടുള്ള പ്ലാന്. നോക്കാം. പിന്നെ ഓൾട്ടോയിൽ നമ്മൾ ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ, കാണിച്ചു തരാം. ഇവിടുത്തെ സ്പീക്കർ കേട്ടോ, ഡോർ പാഡ് തുരന്നിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം ഇത് വേറെ വണ്ടിയിലൊക്കെ ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. ഇത് എവനാണ്, സഞ്ജുവാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് ഇവിടെ നിന്നാണ് കേട്ടോ ചെയ്തത്. നമുക്കിനി ടിൻ്റൊന്ന് ഒട്ടിച്ചിട്ട് വണ്ടിയുടെ ലുക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. അൾട്രോസിന്റെയും ഓൾട്ടോയുടെയും ടിൻഡഡ് വർക്ക്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഫ്രണ്ട് ഒന്നും ചെയ്തിട്ടില്ല, സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വിസിബിലിറ്റി ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നോർമൽ വിസിബിലിറ്റി, ഇതാണ് ടിൻഡ് ഒട്ടിച്ചതിന് ശേഷം. വലിയ ഡിഫറൻസ് വരുന്നില്ല. 50% ആയതുകൊണ്ടാണ്, ലീഗലായിട്ടുള്ള ടിൻഡ് ആയതുകൊണ്ട് നമ്മൾ അധികം ഡാർക്ക് ആക്കിയിട്ടില്ല ഗൈസ്. ഇതങ്ങനെ അടുത്ത ദിവസമാണ് കേട്ടോ. നമ്മൾ കാറ് ടിൻഡൊക്കെ ചെയ്തിട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു ലിപ്പ് ഞാനും അച്ഛനും കൂടെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മൊത്തം അച്ഛനാണ് ഫിറ്റ് ചെയ്തത്. അതായത് അടിയിൽ നിന്ന് കാണാൻ വേണ്ട കേട്ടോ, പൊട്ടിപ്പുണ്ട്. എന്നാലും ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒരു സ്ക്രൂവും എല്ലായിടത്തും സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിയിലങ്ങ് വരെ ഒരു 5 സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ ക്രോം ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഹോണും വെക്കണം. ഇപ്പം നോർമൽ ടാറ്റയുടെ ഹോണാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഹോണും മാറ്റാനുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ടിൻറ്റിൻ്റെ അവസ്ഥ. 50% ആണ് അകത്തുനിന്ന് കണ്ട, അത്യാവശ്യം കാണാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ. ബാക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. ബാക്കിൽ നിന്ന് ടിൻറ്റും കൂടെ അടിച്ചപ്പം അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓൾട്ടോയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഓൾട്ടോ ഇപ്പോൾ ഇതാണ് അവസ്ഥ. അത്യാവശ്യം ഈ കളറിൽ ഈ ബ്ലാക്ക് കാണാനായിട്ട് അത്യാവശ്യം നൈസായിട്ടുണ്ട് കേട്ടോ. രണ്ടിലും സെയിം പെർസെൻറ്റേജ് ടിൻറ്റാണ് അടിച്ചിട്ടുള്ളത്. അപ്പം ഇന്ന് ഇതിനകത്ത് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ടിൻറ്റ് ചെയ്ത കടയിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. സംഭവം അവൻ്റെ വണ്ടിയിലായാലും എൻ്റെ വണ്ടിയിലായാലും ചെറിയ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ടിൻറ്റ് ചെയ്തതിൻ്റെ അടുത്ത് നേരെ ബീഡിങ്ങിൻ്റെ സൈഡിലോട്ടൊന്നും നേരെ എത്തിയിട്ടില്ലായിരുന്നു. അപ്പം അവിടെ കുറച്ച് ഗ്യാപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ വണ്ടിയിൽ 2 ഗ്ലാസ്, അവൻ്റെ ബാക്കിലത്തെ ഗ്ലാസ്സും ആയിരുന്നു. അപ്പം അത് കൊണ്ടൊന്ന് അവിടെ തന്നെ സെയിം കടയിൽ തന്നെ കൊണ്ടുവന്ന് ശരിയാക്കി കേട്ടോ. അപ്പം സമയം ഇപ്പം 2:30 ആയി. നല്ല വിശപ്പടിക്കുന്നുണ്ട്. അപ്പം മന്തി കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും മറ്റേ ഹോൺ വയ്ക്കാനും ഡീക്രോം ചെയ്യാനും പോകുന്നത്. മൈൻഡ് ചെയ്യാത്ത പിന്നെ വരാതെ
പക്ഷേ ഇതാട്ടോ ഷോപ്പ് വരുന്നത്, ചാനൽ കാസ് എന്ന് പറയുന്നത്. കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല ബേളം കാണും. അവൻ്റെ വണ്ടിയിലും എൻ്റെ വണ്ടിയിലും ഹോൺ കയറ്റാനുണ്ട് കേട്ടോ. നമുക്ക് അകത്ത് പോയി ഹോണിൻ്റെ കളക്ഷൻസ് അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. വന്നപ്പോൾ ഈ ഒരു സാധനം കൂടെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതും കൂടെ മാറ്റാമെന്ന് വിചാരിച്ച് നമ്മളെ ഫ്രണ്ട് LED ആണ് കേട്ടോ. ഈ ഒരു പ്രൊജക്ടർ സെറ്റപ്പിൻ്റെ അകത്ത് വരുന്ന ഒരു ലോ ബീമാണ്, അത് LED ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അതൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ നമ്മൾ വയ്ക്കാനായിട്ട് പോകുന്നത്. ഇത് LED ആണേ. നേരത്തെ ഇരുന്നതാണ്, ഞാൻ കാണിച്ചുതരാം. നേരത്തെ ഇരുന്നത് ഇതാട്ടോ, നോർമൽ ഹാലജനാണ്. നമ്മൾ അതിൽ നിന്ന് ഈ LED മാറാൻ പോവാണ്. ഈ സൈഡ് നമ്മളിപ്പോൾ വച്ചേക്കുന്ന, ഇപ്പോൾ പുതിയതായിട്ട് വെച്ചതാണ്, LED ആണ് അത്. ഇതാണ് നമ്മൾ നേരത്തെ ഇരുന്നത്. അത്യാവശ്യം പ്രകാശം കുറവാണ്. ഇത് 170 വോൾട്ടിന്റെ സ്പൈഡറിന്റെ സാധനമാണ് കേട്ടോ. കൊള്ളാം. ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. ഞാൻ രാത്രി ഇതിന്റെ ശരിക്കുള്ള ഔട്ട്പുട്ട് ഞാൻ കാണിച്ചത്. ഹോണാണ് നമ്മളെ വണ്ടിയിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അത് തുറന്നിട്ട് കാണിച്ചത്. ഈ ഡുവൽ ഹോണാണ്. അയ്യോ വരുന്നില്ല. ഈ ഒരു സാധനം കേട്ടോ, അത്യാവശ്യം നല്ല ഓഡിബിളായിട്ടും ഉള്ള സാധനമാണ്. ഇപ്പം നമ്മൾ ഒരു ഡെമോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും വച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ഹോണ് മാറ്റാനായിട്ട് ഈ ബമ്പർ മൊത്തത്തിൽ ഇളക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോണും വെക്കണം. അതുപോലെ തന്നെ ഈ ചെറിയ പാർക്ക് ലൈറ്റ്, അകത്തെ ഈ പാർക്ക് ലൈറ്റ് മാറാനുണ്ട്. അപ്പം അത് മാറ്റണമെന്നുണ്ടെങ്കിലും ഈ ഹെഡ് ലാമ്പിന്റെ അസംബ്ലി ഊരിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് മൊത്തത്തിൽ LED സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ്. അപ്പം ഇത് ഹൈ ബീമും അത് ലോ ബീമുമാണ്. ലോ ബീമാണ് LED ആക്കിയിട്ടുള്ളത്. ഹൈ ബീം ഇതുവരെ LED ആക്കിയിട്ടില്ല. ഇതാണ് പഴയ ഹോണിന്റെ സൗണ്ട്. ഇനിയിപ്പോൾ പുതിയ ഹോണിന്റെ സൗണ്ട് വച്ചിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഗൈസ് ഇപ്പം കേൾക്കാൻ പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് വച്ച് കഴിഞ്ഞുള്ള ഹോൺ അടിച്ചോ. ഇങ്ങനെയായിരിക്കും ലൈറ്റിന്റെ സെറ്റപ്പ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ വണ്ടിയുടെ നൈറ്റിലുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇപ്പം DR കത്തിയാണ് കേട്ടോ കിടക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് പാർക്ക് ലൈറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് വലിയ ഡിഫറൻസ് അറിയാൻ പറ്റത്തില്ല. ഇനിയാണ് മെയിൻ ഡിഫറൻസ് അറിയാൻ പറ്റുന്നത്. ഇതാണ് നമ്മളെ ലോ ബീം, നമ്മളിപ്പം മാറ്റിയ 170 വോൾട്ടിൻ്റെ സ്പൈഡർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ LED ലൈറ്റ് കേട്ടോ. ഇനിയിപ്പം ഞാൻ ഹൈ ബീമിലോട്ടിടാം. ഹൈ ബീം ഞാൻ മാറ്റിയിട്ടില്ല, നോർമൽ കമ്പനി വരുന്ന ഹാലജൻ തന്നെയാണ്. ഇതേ കണ്ടോ, ഹാലജന് വേറെ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഞാൻ കാണിച്ചു തരാം വണ്ടിയുടെ ലുക്ക്. ഇതാണ് കേട്ടോ നമ്മളെ LED ലൈറ്റിൻ്റെ ലുക്ക് വരുന്നത്. പ്രൊജക്ടർ സെറ്റപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് അതിൻ്റെ റേസും കാര്യങ്ങളൊക്കെ കണ്ട കറക്റ്റ് ലൈനിലാണ് കേട്ടോ അടിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് റേസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ലുക്ക് വരുന്നത്. ഞാൻ ഒരു ലൈറ്റ് ഫോട്ടോ കാണിച്ചു. ഇതാട്ടോ നമ്മളെ വണ്ടി കൊണ്ട് നമ്മൾ ഡീക്രോം ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. 01 ഗ്രാഫിക്സിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കുമാരപുരത്തുള്ള 01 ഗ്രാഫിക്സിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ലോഗോയും കൂടെ ഡീക്രോം ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് പെയിൻറ്റിലേ നിൽക്കത്തുള്ളൂ എന്ന് പറയും. അപ്പം അതെന്തായാലും പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ബാക്കിൽ അധികം ക്രോം പാർട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ ചെയ്യുന്ന വീഡിയോ കാണിച്ചു. ഈ ലുക്കാണ് കേട്ടോ ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഈ അറ്റത്തോട്ടൊന്ന് അങ്ങ് അറ്റം വരെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഇന്ന് നമ്മൾ അൾട്രോസിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇത് ഓരോ ദിവസമായിട്ടാണ് ചെയ്തത്, ഓരോ കാര്യം ഓരോ ദിവസമായിട്ടാണ് ചെയ്തത്. അപ്പം ലൈറ്റിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ കൊണ്ടിട്ടാണ് 2-3 ദിവസങ്ങളിലായിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പം എല്ലാം കൂടെ കൊണ്ട് 2 ആഴ്ച ആയിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും അൾട്രോസിൻ്റെ ഇത്രയും ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരികയും ചെയ്യും. അതുപോലെ തന്നെ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് റേറ്റ് കൂടെ നമ്മൾ പറയാം കേട്ടോ. നമ്മൾ അപ്പം ആദ്യമായിട്ട് അവസാനം ചെയ്ത കാര്യം ആദ്യം പറയാം. നമ്മൾ അവസാനമായിട്ട് ചെയ്തതാണ് ഈ ഡീക്രോം. ഇത് സംഭവം ഒരു സ്റ്റിക്കറാണ് കേട്ടോ, ഗ്ലോസി ബ്ലാക്ക് വരുന്ന സ്റ്റിക്കറാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ താഴെ ഒരു ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു റബ്ബർ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ കാർബൺ ഫൈബറിൻ്റെ ഒരു ടെക്സ്ചർ പോലെ തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പാട്ട് കാണിച്ചു, ഇത് കണ്ട, ഇത് ഒട്ടിപ്പാണ്. ഇവിടെ മാത്രമേ സ്ക്രൂ വെച്ചിട്ടുള്ളൂ നമ്മൾ, ബാക്കി സൈഡുകളിലും മാത്രമേ സ്ക്രൂ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ 2 സ്ക്രൂവും കൂടെ അടിക്കാനുണ്ട്, അല്ലെങ്കിൽ ബമ്പർ ഒരയുമ്പോഴത്തേക്കും അത് മിക്കവാറും ഇളകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇനി അത് ചെയ്യണം. പിന്നെ സൈഡിലേക്ക് വാ. സൈഡിലേക്ക് പറയുമ്പം ലീഗലായിട്ടുള്ള 50% ഉള്ള ടിൻ്റാണ്. സൈഡായാലും ബാക്കായാലും 50% ഉള്ള ടിൻ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കാണത്തക്ക വിധമുള്ള നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, എല്ലാം ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു സ്പൈഡറിൻ്റെ 170 വാട്ട് വരുന്ന ഒരു LED ബൾബ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മൾ ബൾബ് വരുന്നത്, LED ആണ്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി പ്രൊജക്ടർ ലൈറ്റ് ഉള്ളതുകൊണ്ട് അത് LED ആകുമ്പോഴത്തേക്കും വലിയ ഉപകാരമാണ് കേട്ടോ. അതായത് അത് ഞാൻ നേരത്തെ ഇട്ട വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിശ്വാസം. കറക്റ്റ് ഒരു ബീമിൽ തന്നെ താഴെ തന്നെ അടിക്കുക, അപ്പം മറ്റുള്ള ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കണ്ണിലടിക്കത്തില്ല. പിന്നെ നമ്മൾ ഈ ലോ ബീം നമ്മൾ നോർമൽ ഇതാണ് കേട്ടോ, ഹാലജൻ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ മാറ്റിയിട്ടുള്ള ചെറിയ ഈ പറയുന്ന പാർക്ക് ലൈറ്റും വൈറ്റ് ആക്കിയിട്ടുണ്ട് അകത്ത്. ഹോണ് മാറ്റിയിട്ടുണ്ടേ, നീ അവിടെ വന്നോ, ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇവിടെ കിടന്ന് ഹോൺ അടിച്ചാൽ പണിയാവും. അപ്പോൾ ഇതാണ് നമ്മൾ സൗണ്ട് വരുന്നത്. അത്യാവശ്യം നല്ല ഹോണാട്ടോ, നല്ല റേഞ്ചിലേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, എന്നാൽ ഭയങ്കര അനോയിങ് ആയിട്ടുള്ള സൗണ്ടും അല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും ചെയ്തപ്പോൾ തന്നെ 9,000 രൂപ പൊട്ടി എന്നുള്ളതാണ് വാസ്തവം. ഇനി അപ്പം നമ്മൾ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഡ്രൈവ് സേഫ്, ഡ്രൈവ് റെസ്പോൺസിബിൾ ഗൈസ്. പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും